ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. ഇന്നധികം പ്ലാൻസും കാര്യങ്ങളിലും ഇല്ല. അപ്പോൾ ഇന്നാണെങ്കിൽ പൊട്ട വെതറാണ്, ഭയങ്കര കൊട്ടും തണുപ്പാണ്, കൈയൊക്കെ മരവിച്ച് തുടങ്ങിയ പോലത്തെ അവസ്ഥ. അപ്പോൾ ചേച്ചിയും ചേട്ടനും ഉണ്ണിയും പിന്നെ ചേച്ചിയുടെ ഒരു കസിനും അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ വെതർ പൊട്ടയായ കാരണം അവരൊന്ന് ഇറങ്ങണില്ല എന്നാണ് പറഞ്ഞത്. നമ്മളിത് ഞാനും വിമലും വീണ ചേച്ചിയും നിതിൻ ചേട്ടനും അയാൻകുട്ടനും പിന്നെ വിമലിൻ്റെ അച്ഛനും കൂടെ ഇവിടെ അടുത്തുള്ള 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ സ്പോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇത് റെഡി ആയിട്ട് ഇറങ്ങാൻ കേട്ടോ. വെതറാണെങ്കിൽ ഒട്ടും ഒരു രക്ഷയില്ല, അത്രയും തണുപ്പ്. ഇന്ന് ഭയങ്കര തണുപ്പായി. ഇന്ന് നല്ല വെയിലാന്നൊക്കെ പറഞ്ഞത്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇതേ പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പോൾ നമുക്കും വേഗം പോയിട്ട് തന്നെ വരണം, എന്നിട്ട് വേണം ഡെക്കറേഷനെല്ലാം ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്നാൽ പോയാലോ? അപ്പോൾ എല്ലാവരും വന്നു കേട്ടോ, നമ്മൾ പോവാം. അമ്മയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. വെതർ ഇങ്ങനെ തണുപ്പായ കാരണം അമ്മയ്ക്ക് വയ്യ, തണുക്കണ കാരണം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് നമ്മൾ കുറച്ച് പേരും കൂടെയാണ് കേട്ടോ പോകുന്നത്. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ എയറോ കാറിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് ഈ കാണുന്ന സംഭവത്തിൽ കയറാനാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത് US-ൻ്റെ അവിടെ അറ്റം വരെ പോയിട്ട് പിന്നെ തിരിച്ച് വരും. പിന്നെ ഇവിടെ ഹെലികോപ്റ്റർ സഫാരി കൂടി ഉണ്ട് കേട്ടോ. അത് നയാഗ്ര വാട്ടർഫോൾസിൻ്റെ മേലെ കൂടെ പറക്കും, ഫുൾ വ്യൂ കിട്ടാനായിട്ട്. നമ്മളിത് ഇതിനുള്ളിൽ കയറാൻ പോവാണ് കേട്ടോ. അക്രമ തണുപ്പ്. ചേച്ചിയാണെങ്കിൽ ഇന്നൊരു ഉടുപ്പിട്ടാണ്, ഇനി തണുത്തിട്ട് വയ്യാന്നാ പറയണ. അയ്യൻകുട്ടാ വരുമോ? അപ്പം നമുക്ക് കിട്ടിയ ടൈം കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി. ഇതുപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ടീഷർട്ടും പിന്നെ അതുപോലെ കുറേ സ്റ്റാച്യൂസ്, ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം കുറേ നോക്കി. പിന്നെ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള മാഗ്നറ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് മേപ്പിൾ സിറപ്പ്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് നോക്കിയുള്ളൂ, നമ്മുടെ അവിടെയും കിട്ടും, അപ്പോൾ വാങ്ങിയൊന്നുമില്ല. പിന്നെ ഇത് 8 മിനിറ്റ്സ് മോറാണ് കേട്ടോ നമ്മുടെ കാറ് വരെ. കാറല്ല, ആ ഒരു സംഭവം. നല്ല നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കാം.
Circle till you're in the opposite spot. നമ്മളത് ഈ സൈഡിൽ നിന്ന് ആ And സൈഡിലേക്ക്. begin this now, guys. If you just keep a hand on the railings, the car will move a little bit when it starts to head back. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ വൺ സൈഡാണ് നിൽക്കുക. അത് കഴിഞ്ഞ് US-ൻ്റെ അറ്റം എത്തും, അവിടെ എത്തുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്ക് മാറും. പിന്നെ കുറേ ആൾക്കാർ ഇതേ മീൻ പിടിക്കാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഏറ്റവും അറ്റത്തൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് തണുത്തു സൂപ്പർ. പക്ഷെ നമ്മൾ ആ ബോട്ടിൽ പോയി അത്രയില്ല, എന്നാലും സൂപ്പറായിരുന്നു. നമ്മൾ എയ്റോ കാറിൽ കയറിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഫുഡ് കഴിച്ച് പിന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പറഞ്ഞില്ലേ ഡുണ്ടത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴി ഇതേ ഒരു അമ്പലമൊക്കെ കണ്ടു കേട്ടോ, നേപ്പാൾ അമ്പലമൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ കറങ്ങി പോവായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഹെലികോപ്റ്റർ സഫാരി, ബട്ട് നമ്മളതിൽ കയറിയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഉണ്ടാവുമെന്ന് തോന്നുന്നു. ടൈം ഇപ്പോൾ അത് 4 മണി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോയി എന്താ ഇവിടെയുള്ള സ്പെഷ്യൽ എന്ന് നോക്കാം. മോർണിംഗ് അങ്ങനെ കാര്യമായിട്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം ഈവനിങ് ആയി നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ. അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വേറെ വേറെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതേ ഇങ്ങനൊരു റോബോട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫുഡ് സെർവ് ചെയ്യാൻ കൊണ്ടുവന്നത്. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ ബിരിയാണി, ചില്ലി ചിക്കൻ, നാൻ, പിന്നെ ഒരു ഫിഷ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുറേ ഓർഡർ ചെയ്തു. സ്റ്റാർട്ടറായിട്ട് ഇതേ ലോലിപ്പോപ്പാണ് കേട്ടോ, ചിക്കൻ ലോലിപ്പോപ്പാണ് വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാം കഴിച്ചു നോക്കി. കൊള്ളായിരുന്നു. ചിക്കൻ ബിരിയാണി അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആർക്കും. ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ചെയ്തത്. എല്ലാവരും ബിസിയാണ് ഫുഡിങ്ങിൽ. ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ് കേട്ടോ. എന്താ ഒരു ഗോതമ്പ് പായസമൊക്കെ പോലത്തെ ഒരു സാധനം. അതത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അയാൻകുട്ടിന് മാത്രം ഇഷ്ടമായി.
നമ്മൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഫ്രൈഡ് റൈസ് ആയിരുന്നു കൂട്ടത്തിൽ ഏറ്റവും സൂപ്പർ. പിന്നെ ലോലിപ്പപ്പും മൊമോസും എല്ലാം സൂപ്പറായിരുന്നു. ദം ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അത് നമ്മളപ്പോൾ ഒരെണ്ണം ബാലൻസ് ആയി, അപ്പോൾ അത് പാഴ്സൽ ചെയ്തു. അത് മാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് വീട്ടിലേക്ക് പോകും. പുഷ്പം അറിയാമല്ല, എങ്ങനെയുണ്ടായി? കൊള്ളാം, എല്ലാം കൊള്ളായിരുന്നു. ബിരിയാണി കൊള്ളില്ല, ബാക്കി ഫ്രൈഡ് റൈസ് ആണ് ഏറ്റവും നല്ലത്, ബാക്കി എല്ലാം കൊള്ളായിരുന്നു. ഇല്ല ഇല്ല, ആണോ? പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീടിൻ്റെ അടുത്ത് ഫുള്ളും ഫാമുകളാണ് കേട്ടോ. ഗ്രേപ്സ്, ആപ്പിൾ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു റോസ് കളറുള്ളത് ചെറിയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടെത്തി. നമ്മൾ വീട്ടിലെത്തിട്ടോ. ഇന്നിനി വേറെ പരിപാടികളും കാര്യങ്ങളും ഇല്ല, എല്ലാവരും വീട്ടിൽ തന്നെ. ഇന്ന് വൈകിട്ട് നമ്മൾ ഡുണ്ടത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.